ഹലോ ചേട്ടാ, ഹലോ ചേട്ടാ, കുറെ നേരമായിട്ട് വന്നിരിക്കണം, എന്തെങ്കിലും ഒന്ന് എടുത്തു തരണം. വേറെ പരിപാടികളാണ് പോയിട്ട്. സമയം എത്ര? 4 മണി. ശരിക്കും നോക്കിയ 3:58. 4 മണി ആയിട്ടില്ലോ? ഇല്ല. ആവട്ടെ. എന്ത് മോനെ 4 മണിക്കല്ല ഡ്യൂട്ടി. അതിന് മുമ്പേ വിളിക്കാൻ പാടില്ല. എനിക്കൊരു ഉറക്കുണ്ട്, ഉച്ചർക്ക്. വീട്ടിൽ സ്ഥലമില്ലായിട്ടല്ല. എന്തിന് പറയുന്നത്? അറബീൻ്റെ അടുത്ത് ജ്വല്ലറിയിൽ പണിയുണ്ടായിനി. ഞാൻ പോയിട്ടാ. സ്വർണ്ണത്തിൻ്റെ മണം പിടിക്കൂല. വാട്ടർ അതോറിറ്റിയിൽ പണി കിട്ടി. വെള്ളത്തിൻ്റെ മണം പിടിക്കൂല. എന്തിനു പറഞ്ഞു? വില്ലേജ് ഓഫീസിൽ പണി കിട്ടീനി. ഫയലിൻ്റെ മണം പിടിക്കൂല. ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. അരി, ചുമണി, ഗോതമ്പ്, പച്ചരി. എൻ്റെ മോനെ അതിൻ്റെ ഒന്നിച്ചൊരു മണമുണ്ട്. ആ കിടക്കുമ്പോൾ കിട്ടണം എനിക്ക്. അതുകൊണ്ടാണ് കേട്ടാ. എന്ന് എനിക്ക് കൊണ്ട് അരി അതെ, കാറിൻ്റെ ബസ്സിന് ലോറിൻ്റെ ചില്ലല്ല, അതിന് ചെറിയ ചില്ല, മെല്ല. ആ എന്താ ആവാത്രോ? ഇല്ല, വെള്ളക്കൈ കൊണ്ട് വരും. തുറയൊക്കെ ശരി. നോക്ക്. ആന്ധ്ര വിരല് മാറ്റിയിട്ടൊന്നും വന്നിട്ടില്ല. ഒറിജിനല്ലേ? ആധാരമായിട്ട് പേര് ലിങ്ക് ചെയ്തിനാ? അറിയില്ല. അതൊന്നും അറിയില്ല. ഒന്ന് ചെയ്തിട്ടാ മോനെ. അതൊന്നും കിട്ടാത്ത കേട്ടോ. പോയിട്ട് വാ. പോയിട്ട് അടക്കേ പോയിട്ട് ഇത് ആദ്യം ലിങ്ക് ചെയ്തിട്ടെല്ലാം വന്നാൽ സാധനം കിട്ടും കേട്ടാ. പോ. ഒരു പണി എടുക്കൂല. അപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞാച്ച് റേഷൻ കടയിൽ. ആ വെച്ചോടാ കൈ. ഇതെല്ലാം ഞാൻ വെക്കണം. ഞാൻ വെച്ചാൽ കിട്ടൂല. സാധനങ്ങളൊന്നും എടുത്ത് തന്നിട്ട് പോകണം ചേട്ടാ. ചേരുടോ സാധനം നിൽക്ക്. ആ മുണ്ടൊന്ന് അയച്ചിടാം. മുതലാളിയല്ല ഞാൻ. എങ്ങോട്ടൊക്കെ ഇറങ്ങി? വണ്ടി ഇറങ്ങി എങ്ങോട്ടൊക്കെ കയറുന്നത്? എവിടെയും പോട്ടെ. അപ്പൊ റേഷൻ പീടി ആരാ നോക്കുക? അല്ല, അവര് പണിക്കാരുണ്ടല്ലോ അവിടെ. ഏത് പണിക്കാർ? സാധനം മേടിക്കാൻ വന്നവര്. സാധനം മേടിക്കാൻ വന്നവരാ റേഷൻ പീടി നോക്കല്? തൽക്കാലം നോക്കൂല നമുക്ക്. അന്നെ കൊണ്ട് വല്ലാത്ത ഇടങ്ങേറ് തന്നെട്ടോ അമ്മയെ. ഞാനേ അന്നെ വിളിപ്പിച്ചതൊരു കാര്യം പറയാൻ. അങ്ങോട്ട് വാ. ഇങ്ങോട്ട് അപ്പുറത്ത് വാ. ഇതിലേ പാടാ. അതെ, ഞാനൊന്ന് സപ്ലൈ ഓഫീസ് വരെ പോവുക. അയ്യോ, അരിച്ചാക്ക മറിച്ചിട്ട് സപ്ലൈസ് അറിഞ്ഞ കേൾക്കണ്ട. വല്ലാത്ത കഥയാണല്ലോ. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളൊന്ന് വൃത്തിയാക്കണം. അതിന്റെ ഒരു മണമുണ്ട്. അതെല്ലാം പെയിന്റ് അടിച്ച പെയിന്റിന്റെ മണം വരും. അരി, പഞ്ചസാര. അതല്ല പറയണത്. ആ മാറാമ്പലൊക്കെ ഒന്ന് തട്ടിയിട്ട് ഒന്ന് വൃത്തിയാക്കേണ്ട കാര്യമുണ്ട്. എന്ത് കാര്യം? എന്താ അറിയോ? നമ്മളെ റേഷൻ പീടി കെ സ്റ്റോർ ആവാൻ പോവാ. അയ്യോ, അപ്പൊ അരിയും പഞ്ചസാരയും ചായപ്പൊടിയും വാങ്ങാൻ ഒന്നും വിൽക്കാൻ പറ്റില്ലേ? അതല്ലടാ, ഈ കെ സ്റ്റോർ എന്ന് വെച്ചാൽ എന്താ വിചാരിച്ചു? ആ പറഞ്ഞുതരാ. ഇപ്പൊ നമ്മള് റേഷൻ കടയിൽ കൂടെ ഗോതമ്പും അരിയും മണ്ണെണ്ണയും ഒക്കെ അല്ലേ വിൽക്കണത്. ഞാൻ മാത്രല്ല, ഫുള്ള് പലവ്യഞ്ജനങ്ങള്, പിന്നെ മിൽമേന്റെ കംപ്ലീറ്റ് ഉൽപ്പന്നങ്ങള്. നമുക്ക് സാധനവും ഒറ്റ ബീക്കാൻ ചെറുതാ. ഇതിന്റെ മുതലാളിയാരാന്ന് അറിയാം? സൂറത്തല്ലേ? എന്റെ മയ്യത്തെടുത്താളോള്. വേഷമൊക്കെ ഒന്ന് മാറേണ്ടി വരും. എന്റെ ഈ കുപ്പായൊന്നും പറ്റൂല. ഒരു മിനി സൂപ്പർ മാർക്കറ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ സപ്ലൈ ഓഫീസിൽ പോയിട്ട് അതിന്റെ കാര്യം തന്നെ അന്വേഷിക്കാം. നമ്മളെ പഞ്ചായത്തിലെ ഈ കെ സ്റ്റോർ നടത്തുന്ന നമ്മളേക്കും വേറെ ഒരാൾക്കും നമ്മൾ വിട്ടുകൊടുക്കും. വൈകുന്നേരം ചാക്കടക്ക ലക്ഷ്മണന് ഒരു ചാക്ക് പച്ചരി വെക്കാൻ പറയും. മെല്ലെ ലക്ഷ്മണൻ വരുമ്പോ അത് കൊടുത്തോ. പിന്നെ അതിന്റെ പൈസ ബൽപ്പിൽ ഇടരുത്, എന്റെ പോക്കറ്റിലിടാവും. നന്നായി. ചെറിയൊരു ആവശ്യമുണ്ട്. ആർക്ക്? എനിക്കുണ്ട്. ഞാൻ വരും വൈകുന്നേരം കേട്ടോ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഞാൻ കൂടി ചെല്ലേ ആളുടെ അവിടെ പോയിക്കോ. ഇത് ആരോടും വിളിച്ച് പറയാൻ നിൽക്കണ്ട. എല്ലാവരും അറിയും. അത് വേണ്ട. പോയിക്കോ. അതെ അതെ, പോയിക്കോ. വിശ്വസിക്കാൻ പറ്റും. അതാണ് സംഭവം അറിഞ്ഞാ നമ്മള് കെ സ്റ്റോർ ആക്കാൻ പോകും. നമ്മള് വീട് മനസ്സിലായ കെ സ്റ്റോർ പറഞ്ഞാലേ എന്തെല്ലോ സാധനം പണി. ഇപ്പൊ അരി, പഞ്ചസാര, പിന്നെ ഗോതമ്പല്ല, വേറെ എന്തൊക്കെ വേണ എന്ത് സാധനം നമ്മൾ വെക്കും. അതാണ് ഈ സാധനം കെ സ്റ്റോർ പറഞ്ഞാല്. കെ സ്റ്റോർ പറഞ്ഞാൽ പഠിക്കണം. സാധനം കൊണ്ട
അപ്പം ശരി, പൊളിച്ചോ ടൂറ് പൊളിച്ചോ. ആ മറ്റേ അശോകൻ്റെ അടുത്തുള്ള പറഞ്ഞാലോ ഞാൻ അന്വേഷിച്ചത്. പിന്നെ ആരും കാണാതെ ശ്രീലക്ഷ്മിയെ ഞാൻ അന്വേഷിച്ചതെന്ന് പറയാം. ആ ഞാൻ വിളിക്കാം. ശരി ഓക്കെ. നമസ്കാരം സാർ. സാറേ, ഇവിടെ ഇരിക്കുന്നവരൊക്കെയോ? അവിടെ ആരും ഇരിക്കുന്നു? അല്ല, ആരും ഇരിക്കുന്നില്ല. പിന്നെ ഇരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അല്ല, അവിടെ ഇരിക്കുന്ന ആളുകൾ എവിടെ പോയി ചോദിക്കുകയാണേ. എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആളെന്ന് കാണേണ്ടിയിരുന്നു. ഇവിടെ ഇരിക്കുന്ന ആളിനെ കാണണോ? ഇന്ന് പോയാൽ ഊട്ടിയിലിട്ട് പിടിക്കാം, നാളെ ആണെങ്കിൽ മൈസൂരിട്ട് പിടിക്കാം. ഇന്ന് ഊട്ടിയിൽ നിന്ന് നേരെ മൈസൂർ പോകും. ടൂർ പോയതാ? ശരി. അല്ല, എനിക്ക് സാറിനെ കണ്ടാലും മതി. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്ന സാറേ. എന്ത് സാറേ, ഇപ്പോൾ ഈ റേഷൻ കട കേസ്റ്റോറാക്കി മാറ്റുന്നുണ്ടല്ലോ. ഞാൻ റേഷൻ കട നടത്തുന്ന ആളാ. റേഷൻ കട മുതലാളി? ഞാനല്ല, മുതലാളി ഭാര്യയാണ്. ഞാനാണ് നടത്തുന്നത്. ഇതിപ്പോ നമ്മുടെ നാട്ടില് വനിതാ മെമ്പർമാരാണ് ജയിക്കണമെങ്കിലും പിടിവള്ളി മുഴുവനും കെട്ടിയന്മാരുടെ കയ്യിലാ. അതുപോലെ അത്രേ ഉള്ളൂ സംഭവം അല്ലേ? അപ്പൊ റേഷൻ കട മുതലാളി തന്നെ നിങ്ങള്. അപ്പൊ എന്താണ് കേസ്റ്റോർ ആകുമ്പോഴേ എന്തൊക്കെയാ ചെയ്യേണ്ടത്? കേസ്റ്റോർ റേഷൻ കട വാർപ്പിട്ടുണ്ടോ? വാർപ്പെന്ന് വെച്ചാൽ വാർപ്പാണ്, പഴയ വാർപ്പാണ്. കോൺക്രീറ്റ് ആണോ? കോൺക്രീറ്റ് കുറച്ച് ഭാഗമൊക്കെ കോൺക്രീറ്റാ. അത് പറ്റൂല. എങ്ങനെയാ? അത് എത്ര മുറിയുണ്ട്? ഇതിപ്പോ ഒരൊറ്റ മുറിയാണ്. മുറുക്കാക്കടയാ, പെട്ടിക്കടയാ? അതല്ല, കേസ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്തെന്നാ വിചാരിച്ചിരിക്കണേ? ഭയങ്കര സംഭവമാണ്. സൗകര്യം വേണം അല്ലേ? ഒരു 3-4 മുറി വേണം. 3-4 മുറി എന്ന് പറഞ്ഞാൽ വിശാലമായ 3-4 മുറികൾ വേണം. പിന്നെ ഈ കേസ്റ്റോറിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാവണേന്ന് അറിയോ? ഇപ്പൊ റേഷൻ കടയിലുള്ള സാധനത്തിന് പുറമെ പല വ്യഞ്ജനങ്ങളും. അത് പിന്നെ വീണ്ടും റേഷൻ കടയിലേക്ക് തരം താഴ്ത്തുകയല്ലേ ചെയ്യണം. അതല്ല, വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മിനി ATM, മിനി ഗ്യാസ് വിതരണ സെന്റർ, പിന്നെ ഈ മാവലി സ്റ്റോറിലും സപ്ലൈകോയുടെ സ്റ്റോറുകളിലൊക്കെ ഉള്ള ഒരുപാട് സാധനങ്ങൾ. ഈ സാധനങ്ങളെല്ലാം കൊണ്ട് ഇങ്ങനെ വിഭവ സമൃദ്ധമായിട്ടൊരു ഭയങ്കര സംഭവമില്ലേ? ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. അത് തന്നെ അങ്ങനെ വരും. അപ്പൊ സാർ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ ബിൽഡിംഗ് കുറച്ചുകൂടി നന്നാക്കണം. 3 അതിന് പൈസ എന്തെങ്കിലും കിട്ടുമോ? ഞാൻ തരണോ പൈസ? അല്ല, സർക്കാരിന് അത് സഹായമുണ്ട്. 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും, വെറും 5% പലിശയ്ക്ക്. 2 ലക്ഷം കിട്ടും? പിന്നെ സാറേ, എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് കേസ്റ്റോർ ആക്കണമെന്നുണ്ടേ. ഈ 2 ലക്ഷം എന്നുള്ള 3 ലക്ഷം കിട്ടാൻ വല്ല വഴിയുണ്ടോ? 4 കിട്ടും. ആണോ? വേറെ ഏതെങ്കിലും ഒരു റേഷൻ കടക്കാരനെ കൂടെ കൂട്ടുപിടിക്കാം. അത് 2 കൂടെ അപേക്ഷിക്കുക. അപ്പൊ 4 ലക്ഷം കിട്ടും. വേണ്ട, 2.5 മതി. അത് മതി, അത് നിങ്ങളുടെ സൗകര്യം. അപ്പൊ ഇതൊക്കെ ആക്കി സെറ്റപ്പ് ആക്ക്. അടിപൊളി സംഭവമാണ്. അല്ല സാർ, ഞാൻ ചോദിക്കണതേ, ഇപ്പൊ എൻ്റെ ഒറ്റ മുറിയാണല്ലോ, അത് ഞാനൊന്ന് വിപുലീകരിച്ച്. അത് പോരാ, നിങ്ങൾ ഇനി എങ്ങനെ വിപുലീകരിച്ചാലും ഇവിടുന്ന് ഒരു സാറ് വരും. ആ സാറ് വന്ന് കണ്ട് സാറിന് തൃപ്തിയായി കഴിഞ്ഞ് സാറ് ഒപ്പിടണം, എന്നാലേ പരിപാടി നടക്കൂ. സാർ എങ്ങനെയാണ്? സാറ് വല്ല അടിച്ചിട്ട് ഇച്ചിരി പൊക്കമൊക്കെ ഉണ്ടോ? 6 അടി. അല്ല, അതല്ല, കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ. ഇതാ അത് ഇല്ല, എന്നെ പോലെ അല്ല. അല്ല, നമ്മളൊക്കെ ഒരു ന്യായമുണ്ട്. പുള്ളി അങ്ങനെയൊന്നുമല്ല. കാര്യമായിട്ട് കാണണം. അപ്പൊ ചെയ്താ ശരിയായിരിക്കും. നമുക്ക് ശരിയാക്കാം. ഞാൻ സംസാരിക്കാം സാറിൻ്റെ അടുത്ത് കേട്ടാ. ശരി. എന്താ പേര്? മൊയ്തു. ഭാര്യൻ്റെ പേര്? സൂറ. ശരി, റേഷൻ കട മുതലാളി. രാഘവട്ടെ ഇല്ല. ഞാൻ കുറെ നേരം വന്നിട്ട് സാധനം ആളില്ല. കട തുറന്നിട്ട് ഇവിടെ പോയി. എങ്ങടെ പോയിന്ന് പറഞ്ഞാ? ഒന്നും പറഞ്ഞില്ല. ആളില്ലായിരുന്നു ഞാൻ വന്നപ്പോ. ആളില്ല. എവിടെ പോയെന്ന് അറിയില്ലേ? ആ, രാഘവട്ടം വന്നാലേ ഞാൻ പോയിന്ന് പറഞ്ഞേക്കാം. പോയെന്ന് പറയാം. എന്നൊന്ന് കാണണമെന്ന് പറഞ്ഞേക്ക്. കാണണമെന്ന് പറയാം. വേറെ എന്തെങ്കിലും പറയണോ? വേണ്ട, ഞാൻ പറഞ്ഞോളാം. രാഘവട്ടോ, ഇതാണ് രാഘവേട്ടൻ. രാഘവേട്ടൻ കൂടെ ഉണ്ടായിരുന്നോ? ഞാനും കണ്ടില്ലേ. ഞാൻ അതിന്റെ ഉള്ളിലായിരുന്നു അല്ലേ?
അപ്പൊ ഞാൻ കൊണ്ട് പിന്നെ വരാം. ആയിക്കോട്ടെ. അല്ല വിനയല്ലേ, എന്തിനു സുഖ ഈ കടയൊക്കെ നിർത്തിയിട്ട് വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോകൂടെ? എന്താണ് എന്റെ രാഘവേട്ടൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ കഴിഞ്ഞ മാസം കഴിഞ്ഞത് ഈ കട പൂട്ടിയിട്ട് എനിക്ക് ഒഴിഞ്ഞു തരണമെന്ന്. പിന്നെ എന്തിച്ചിട്ട് ഈ കടയിലിരിക്കണത് നിങ്ങള്? എനിക്ക് ഞാൻ ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ തരാത്തത്. ഇപ്പൊ എത്ര മാസം വാടക തരാണ്ട് തരാം? ഇത് ഓരോ ദിവസം ഞാൻ വരുമ്പോ എത്ര ദിവസം നിങ്ങൾ ഒളിച്ചു കളിക്കും? പൊളിച്ച് കളിച്ചല്ല, ഞാൻ അപ്പുറത്തുണ്ടായിനി. എന്താ അപ്പുറത്തുണ്ടായിരുന്നു? ഇപ്പൊ എത്ര മാസം വാടക തരണ്ട്? ഇനി വാടക തരാണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. എന്തിനു ഞാൻ തരുമല്ലോ എന്ന്. ഇനി വേണ്ടെന്നേ, വെറുതെ ചാർലി ചാപ്ലിന്റെ മീശ പറ്റിയിട്ട് തമാശ കളിച്ചു നടന്ന ഞാൻ അങ്ങോട്ട് വീഴുന്നായിരുത്തി. ഞാൻ ഹിറ്ററെ ഉദ്ദേശിച്ചത്. ഓഹോ, ആ അതെ അതെ, ഒരു ഒത്തുതീർപ്പിനും വരണ്ട. 2 മാസത്തെ വാടക തരാൻ പറ്റുമെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. 2 മാസത്തേക്ക് പോരാ, 3 മാസത്തേക്ക് വേണം. 3 മാസത്തേക്ക് വേണം. 1 മാസത്തെ കൂടുതലായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അല്ല, നിങ്ങൾ ആരെ കാര്യം പറയണേ? കണ്ട, 2 മാസത്തെ വാടക തരാണ്ട് കടമുറി ഒഴിയാൻ പറഞ്ഞിട്ട് കേൾക്കാണ്ടതാ ചാർലി ചാപ്ലിന്റെ മീശി വെച്ച് ചിരിപ്പിച്ചോണ്ടിരിക്കാൻ മനുഷ്യന്. ഞാൻ ഇപ്പൊ പറഞ്ഞെന്താ അറിയോ, എനിക്കൊരു 3 മാസത്തേക്ക് നിങ്ങളെ റൂമൊന്ന് വാടക കിട്ടും. അല്ല എന്റെ റേഷൻ കടക്കാരാ, ആ റേഷൻ കടകളപ്പ ഇനി എന്തിനാ വേറെ? ഈ റേഷൻ കടക്കാരാന്നുള്ള വിളിയൊക്കെ മാറും കേട്ടോ. കേശവർ മൊയിലാളിന്നൊക്കെ വിളിക്കണ്ടേ ഒരു കേസ്റ്റോ? അപ്പൊ വിവരം അറിഞ്ഞില്ല. ഞാനേ എന്റെ റേഷൻ വീടില്ലേ, അതൊന്ന് പുതുക്കി പണിയണം. അതാ പുതുക്കി പണിയണ ഒരു 3 മാസത്തേക്ക് എനിക്കൊന്ന് ഇങ്ങോട്ട് മാറണം. ഒരു 3 മാസത്തേക്ക്. 3 മാസത്തേക്കാ? 3 മാസത്തേക്ക്. 11 മാസത്തെ എഗ്രിമെന്റ് എഴുതിട്ട് വരും. അത് മതി. ഏതാ കുഴപ്പമില്ല. ഒരു 30,000 റുപ്യ അഡ്വാൻസ് തരേണ്ടി വരും. പിന്നെ ദിവസം 300 റുപ്യ വെച്ചിട്ട് 9,000 റുപ്യ വാടക. 30,000 റുപ്യ അഡ്വാൻസ്, 9,000 റുപ്യ മാസം വാടക. എന്ത് തങ്ങൾ ആരോടാ കളി പറയണേ? ഒരു റേഷൻ പീടിയാണ് ഞാൻ നടത്തുന്നത്, അറിയോ നിങ്ങൾക്ക്? അങ്ങനെ പണി 15,000 റുപ്യ ഞാൻ തരും അഡ്വാൻസ് ആയിട്ട്, 3,000 റുപ്യ വാടക. അതെ, ഞാൻ തരാ പറഞ്ഞല്ലോ. 30,000 റുപ്യ അഡ്വാൻസ്, മാസം 9,000 റുപ്യ വാടക. പറ്റെങ്കിൽ ഇപ്പൊ വന്നോ, അപ്പൊ എഴുതാൻ നമുക്ക് എഗ്രിമെന്റ്. ഇതെത്താണ് സുഹൃത്തുക്കൾ, ഇങ്ങനെ കണ്ണു ചോരലാണ്ട് പെരുമാറില്ലേ? ഇതിനെ കൂടി മയപരമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്റെ മൊയ്ത്, നീ ഇങ്ങനെ പിച്ചക്കണക്ക് പറയല്ലേ? നിന്റെ റേഷൻ കട ആരാ വരില്ല? നമ്മളെ പെണ്ണുങ്ങളെ പേരിൽ. ഈ പെണ്ണുങ്ങളാരാ? കണ്ണത്താ ദൂരത്ത് സ്വത്തും സ്ഥലവും കടന്നിട്ട് കാശിന്റെ മുകളിൽ കടന്നുറങ്ങണ കോയക്കാന്റെ മകളെ നീ കെട്ടിയേക്കണ്. ആ മോളുടെ പേരിലല്ലേ റേഷൻ കട അല്ലേ? ആ ബിൽഡിംഗ് ഒന്ന് പുതുക്കി പണി കണക്കാന്റെ അമ്മായച്ചനോട് കാശ് വെച്ചാൽ ആയിക്കോട്ടെ.